നിങ്ങൾ ഈ സാധനമൊക്കെ ചുമന്നാണ് കടയിലേക്ക് പോയത്? കടയിൽ പോവാനാ? നീ ഇതിനകത്ത് ഉണ്ടേനോ? എന്നിട്ടാ നമ്മളെ വിളിക്കാഞ്ഞ? കൊള്ളാനാ. എന്ത്? എടാ ഞങ്ങള് 10-15 മിനിറ്റ് ആയിട്ട് താഴെ വെയിറ്റ് ചെയ്യുക. നീ വന്നിട്ട് ഒരുമിച്ച് കയറാല്ലാന്ന് ഓർത്തു. നിന്നെ കാണണ്ടായപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് മുകളിൽ കയറി നോക്കാന്ന് ഓർത്തപ്പോഴേക്കും നിന്റെ ചെരുപ്പ് കിടക്കുന്നു. ചുമ്മാ ബെല്ലടിച്ച് നോക്കിയപ്പോഴാ അതെ ഇതേ ചുമ്മാ കളിപ്പിക്കാനാണെങ്കിൽ ഇങ്ങനെ ഒന്നും പറയല്ലേ ഏട്ടാ. നമ്മ മൂന്നുപേരും കൂടി അല്ലേ കുറച്ചു മുമ്പ് ഒരുമിച്ച് ഇങ്ങോട്ട് കയറി വന്നത്. എടാ നീ എന്തൊക്കെയാ പറയണേ? എന്റെ പൊന്നു മക്കളെ, നമ്മൾ മൂന്നുപേരും ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എന്തോ സാധനം മേടിക്കാണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോയതാണ്. വെറുതെ എന്നെ വട്ടാക്കല്ലോ പ്ലീസ്. എന്റെ പൊന്ന് സാറേ, നമ്മളിത് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. നിനക്ക് അത്ര സംശയം ഉണ്ടെങ്കിൽ അപ്പുറത്ത് വിട്ട ചേട്ടനോട് വെച്ചോക്ക്. നമ്മളവിടെ താഴെ നിൽക്കുന്നിട്ട് മൂപ്പര് ഒന്ന് അന്വേഷിച്ചതാ. എന്താ സാറാ, എന്താ നിനക്ക് പറ്റിയത്? ഈ വന്ന് കേറുമ്പോ തന്നെ നീ ഇങ്ങനെ ചുമ്മാ നെഗറ്റീവ് അടിപ്പിക്കല്ലേടാ. ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത്? നീ എന്താ നീ തപ്പുന്നേ? ഒരു പല്ല്. അതിപ്പോ ഇവിടെ കാണാനില്ല. എന്റെ സാറാ, നീ ഒന്ന് കുറച്ചു നേരം പോയൊന്ന് റെസ്റ്റ് എടുക്ക. നീ കിടന്നാൽ തന്നെ നിന്റെ ഈ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവുന്നേ. എടി, നിന്നെ മനസ്സിലാക്കുന്നില്ല എന്നോർത്ത് നീ വിഷമിക്കണ്ട. ചിലപ്പോൾ നിനക്ക് അങ്ങനെയെല്ലാം തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. കാരണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണല്ലോ നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു പോയത്. കഴിഞ്ഞു പോയ സംഭവം ഒന്നും അല്ല എന്നാ തോന്നണേ. അതിനും വലിയ എന്തോ വരാനുണ്ടെന്ന് മനസ്സ് പറയണം.